ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നത്തെ ഒരു ബ്ലോഗാണ്. അതിനെന്താ എണീറ്റ് വാതിൽ അടുക്കളയ്ക്ക് എന്നിട്ട് അതിലേക്ക് ഇറങ്ങുന്ന നല്ല ബെല്ല്. ഈ വർഷക്കാലം കൊണ്ട് വാതിൽ തുറക്കാൻ കിട്ടില്ല, നല്ല ടൈറ്റാണ്. എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ല. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, യൂസ്ഫുള്ളായി കാണാൻ നോക്കുക. അങ്ങനെ അടുക്കളയ്ക്ക് വന്ന് പുറത്ത് നല്ല കഷ്ടമാട്ടോ, പുറത്ത് ലൈറ്റ് ഇട്ടിട്ടില്ല, എന്നാൽ അത് നേരം വെളുക്കാറായിരിക്കണേ. അതുകൊണ്ടാണ് അങ്ങനെ അടുക്കളയ്ക്ക് വന്ന് തീ കൂട്ടി. തീക്ക് കൂട്ടാൻ കുറച്ച് പണിയാണ്. എന്താ വെച്ചാൽ ഈ മഴക്കാലമാകൊണ്ട് ചെറുതായിട്ട് ചിതുമ്പലുണ്ടായിരുന്നേ. ഇവരെന്തൊക്കെ വിശേഷങ്ങൾ? നിങ്ങളുടെ നാട്ടിൽ കിട്ടിയ വിശേഷങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴൊന്നും ഉണ്ടായിരിക്കണം. എന്തിനാ ഒന്ന് കണ്ണു വെച്ച് എൻ്റെ വീഡിയോസ് ഒന്ന് കാണുക. അങ്ങനെ വെണ്ടയ്ക്കേണ്ട ഉപ്പേരിയൊക്കെ ഇട്ടാൽ ചെറിയ കഷ്ണങ്ങൾ കുറച്ച് മസാല കൂട്ടിയിട്ട് അടുപ്പത്ത് വെച്ചിങ്ങനെ കുറച്ചും നല്ല മൂപ്പ് കയറിയിട്ടൊന്നും ഇല്ലാട്ടില്ലേ, നല്ല ഇതുള്ള വെണ്ടയ്ക്ക തന്നെയാണ്. ഉപ്പേരിയൊക്കെ ഉണ്ട്. കടയിൽ കൊണ്ടുപോകാൻ ചെറിയ കഷ്ണങ്ങളാക്കി കടയിലേക്കൊക്കെ കൊണ്ട് പാത്രത്തിൽ കടയിൽ കൊണ്ടുപോയി അറിയില്ല. മസാല കൂട്ടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കട്ടെ. പിന്നെ എന്തൊക്കെ നല്ല മഴ ഉണ്ടെങ്കിൽ നാട്ടിൽ? ഇവിടെ മഴ ഉണ്ടായിരിക്കും, പകല് മഴ ഉണ്ടോ അറിയില്ലല്ലേ. കടയിലൊക്കെ അതിക്ക് മസാല കൂട്ടുന്ന ലസം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലയും ഉപ്പും ഇട്ടിട്ട് 10 മിനിറ്റ് വെച്ചിട്ട് നമുക്കത് ഉപ്പേരി വെക്കാം. ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യലുണ്ടോ? ഉപ്പേരിയൊക്കെ ഉണ്ടൊക്കെ ഉപ്പേരിയൊക്കെ ഉണ്ടോ? ഇങ്ങനെ ഉപ്പേരി വെച്ചൊക്കെയും കുഴപ്പമില്ല, രസമുണ്ട്. അത്യാവശ്യത്തിന് ഉപ്പിടുക. അങ്ങനെ അരി കഴുകാൻ നിൽക്കട്ടെ. ഞാൻ ചൂടുവെള്ളത്തിൽ അരി കഴുകല്. ആരെങ്കിലും ചൂടുവെള്ളം അരി കഴുകലുണ്ടോ? അങ്ങനെ നല്ല ചൂടുവെള്ളത്തിൽ അരി കഴുകിയിട്ടാണ് ഞാൻ വെക്കല്. അത് ചെറുതാ പാത്രങ്ങൾ കഴുകാനുള്ളത് പാത്രം കഴുകാൻ. അതിന് ശേഷം ഞാൻ കട്ടൻ ചായ കുടിക്കട്ടെ. എനിക്ക് ഇന്ന് രാവിലെ എത്ര വൈകിയാലും പാടില്ല, ചിലപ്പോൾ കട്ടൻ ചായ കുടിക്കാൻ. ഓനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അമ്മായി ചായ കുടിച്ചോ? അമ്മക്ക് മമ്പാറില്ലേ? അപ്പോൾ ചോദിച്ചു തുടങ്ങിയത്. എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ഒരു ദിവസത്തെ. അങ്ങനെ ചായ കുടിക്കലും കട്ടൻ ചായയും മിച്ചറുമാണ് കഴിക്കുന്നത്. ഞങ്ങളുടെ തിൻ്റെ ടൈൽസ് ഇട്ടാട്ടോ, ബാക്കിയുള്ള ടൈൽസ് ഇടുന്ന ഇൻഷാ അല്ലാഹ്. പിന്നെന്താ, വീഡിയോസ് എല്ലാവരും ഫുള്ളായി കാണുക, സ്ലിപ്പ് ചെയ്യാതെ കാണുക, മറക്കാതെ കാണുക. എൻ്റെ വീഡിയോസ് മറന്നിട്ടാണെങ്കിൽ വീഡിയോസ് കാണാത്ത ചിലപ്പോൾ തിരക്കുള്ളവരുണ്ടാവും. കുട്ടികളും മക്കളൊക്കെ സ്കൂളും മദ്രസക്കും പോകണമല്ലേ. ഞാനിതാ ഉപ്പേരി വെച്ച് അഞ്ഞ് പാത്രത്തിലാക്കട്ടെ. ഞാൻ ചൂടാറിയിട്ടാണ്, പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമല്ലേ ഒന്ന് ഇടുള്ളൂ. അല്ലാതെ ഞാൻ ഇടൂല. എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് ആകുമ്പോൾ എന്ത് തന്നെ ഞാൻ ചൂടാറിയിട്ട്, അല്ലെങ്കിൽ ചൂടാറിയിട്ടില്ല കുപ്പിയിലൊക്കെ കറി വെക്കണ എന്താണെന്നറിയാം. ചൂടാറുണ്ടെങ്കിൽ ചൂട് ആക്കിയിട്ട് തന്നെ വെള്ളത്തിൽ വെക്കുക. ഒരുകൂല, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് വരില്ല. അങ്ങനെ ഉപ്പേരി വെച്ച് അങ്ങനെ ഞാൻ കടയ്ക്ക് വന്നിരിക്കുകയാണ്. ഇങ്ങനെ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി അങ്ങനെ ചായ കുടിക്കാൻ നിൽക്കട്ടെ. അന്ന് ദോശയും കറിയാണ്. ദോശ അങ്ങനെ ദോശ മീൻ കറി തോന്നുന്നു. ആങ്ങൾ കുട്ടിയുണ്ട് പറയണേ. ഞാൻ പറഞ്ഞു അമ്മായി ദോശ എന്ന് തന്നെ പറഞ്ഞപ്പോൾ ഓന് പറയുന്നത് അമ്മായിക്ക് എന്തിനാ രണ്ടെണ്ണം എന്നോട് പറയുന്നത്. അതൊക്കെ രണ്ടെണ്ണം ഓനെ തന്നെ അമ്മായിക്ക് എന്തിനാ രണ്ടെണ്ണം. ഞാൻ പറഞ്ഞു ഓനോട് പറഞ്ഞ് അമ്മായി ഒരു ദോശ തിന്നേന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ദോശ അമ്മായി തിന്നേന്
രണ്ടെണ്ണം എന്തിനാ ഒന്ന് ആയിക്കോട്ടെ എന്താ കട്ടൻ ചായയും കുടിക്കാന് അടയ്ക്കുമ്പോഴേ ഓലുണ്ടാവുമ്പോ ഇതാണ്. ബീഫാട്ടോ, അന്ന് വെള്ളിയാഴ്ചല്ലായിരുന്നു, വെള്ളിയാഴ്ച തലീച്ച. അങ്ങനെ എന്താ ചാവടി കഴിഞ്ഞ് ചോറാക്കണേ. അങ്ങനെ ചോറാക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ കടയിലേക്ക് പോയി. കടയിൽ വന്നപ്പോഴത്തേന് 5-5:30 കടയിലും ഇവിടെ കയറുകയാണെങ്കിൽ 5:45 അങ്ങനെ ഡപ്പടിച്ച് അങ്ങനെ ഞാൻ കടയിലേക്ക് വന്നിരിക്കുന്നു. താങ്ക് യു. ബൈ. അസ്സലാമലൈക്കും തരാം. അങ്ങനെത്താ എല്ലാ വീഡിയോസ് ഫുൾക്കാണ്. എന്നാൽ പിന്നെ അടുത്ത വീഡിയോക്ക് വന്നാൽ എല്ലാവർക്കും ബൈ.